ഹലോ. അപ്പം നമുക്കിന്നൊരു യാത്ര പോയാലോ? കൂടെയുള്ളത് പ്രതീക്ഷയും അതുപോലെ തന്നെ കനകവുമാണ്. ഇവരുടെ ജിം മേറ്റ്സ്, സ്കൂൾ മേറ്റ്സ് ഒക്കെ കൂടി തന്നെയാണ്. അപ്പോൾ ഇവരാണ് ഈ ഒരു യാത്രയ്ക്കൊക്കെ പ്ലാൻ ചെയ്തത്. സമയം നേരം വെളുത്തതേ ഉള്ളൂ. ഞാൻ 6 മണിക്ക് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. രണ്ടുപേരെയും പിക്ക് ചെയ്ത് ഇറങ്ങിയപ്പോൾ തന്നെ 7 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്ന് പോകുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ മേഘമലയാണ്. മഹാരാജ മെട്ടെന്ന് ഇട്ടാൽ മാത്രമേ കറക്റ്റ് ലൊക്കേഷനിൽ എത്തിച്ചേരുകയുള്ളൂ. നമ്മുടെ കുമളിയിൽ നിന്ന് കമ്പം തേനി വഴി പോയെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു റൂട്ടിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പം രാവിലെ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും കഴിക്കാതെ ഇനി നീങ്ങത്തില്ലെന്ന് അവൾമാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ കമ്പത്ത് ആർതി ബേക്കറി ആൻഡ് സ്വീറ്റ്സിൽ നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നു. 2 കട നേരത്തെ കയറി നിന്നിട്ടുണ്ട് എന്നെ വിളിക്കാതെ. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഹോട്ടലൊക്കെ തുറക്കുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു ബേക്കറിയിൽ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത്. രാവിലെ തന്നെ ഇവൾമാർ കഴിക്കുന്നത് നമ്മുടെ ഒരു ഉള്ളി ബോണ്ടായാണ്. സംഭവം അത്ര ടേസ്റ്റൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ അവിടെ നിന്നൊരു വട മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടെ ദൂരം പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ സിംഗപ്പൂർ മെസ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ എന്തായാലും അടിപൊളി ആയിട്ടുള്ളൊരു ഫുഡ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് കനകമാണ് വിളിച്ച് കയറ്റിയിട്ടുണ്ടായിരുന്നത്. അവിടെ ചെന്നപ്പോഴാണ് നല്ല ഫുഡ് തന്നെയാണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നത്. കാരണം ഈ ഒരു നെയ് റോസ്റ്റും അതുപോലെ തന്നെ ദോശയും ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്ന പൂരിയുമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് നിങ്ങൾക്ക് മേഘമലയ്ക്ക് പോകാൻ താല്പര്യമുള്ളവർ അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വഴി പോകാമെന്നാണ്. ഈ ഒരു സ്ഥലത്ത് കയറിയിട്ട് നിങ്ങൾക്ക് ഫുഡും കഴിക്കാവുന്നതാണ്. നമുക്ക് വിശ്വസിച്ച് കഴിക്കാവുന്നതാണ്. നല്ല ഫുഡ് തന്നെയാണ്. എന്തായാലും തമിഴ്ക്കാരുടെ ഒരു പ്രഭാത ഭക്ഷണം എന്ന് പറയുന്നത് തന്നെ അടിപൊളി പ്രഭാത ഭക്ഷണം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഇതേണ്ട മേഘമലയ്ക്ക് പോകുന്ന നേരെ തിരിയുന്ന ആ ഒരു ടേൺ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മേഘമലയ്ക്ക് പോകുന്ന ഒരു റൂട്ടാണ് ഇവിടെ ഈ ഒരു റൂട്ടെന്ന് പറയുന്നത്. ഇവിടെ അത്രയും തിരക്കോ കാര്യങ്ങളൊന്നുമില്ല. പോകുന്ന വഴിക്കാണ് അടിപൊളിയായിട്ടുള്ള നമ്മുടെ കാറ്റാടിപ്പാടങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇത്ര അടുത്ത് നിന്ന് കാറ്റാടിപ്പാടം കാണുന്നത്. കാരണം കാണണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. വണ്ടി എടുത്ത പിന്നെ ഇപ്പോൾ ഇതാദ്യമായിട്ടാണ്, ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇപ്പോഴും ഇവിടുത്തെ ആൾക്കാർ ഒരു തനതായിട്ടുള്ള ഒരു പഴയൊരു ശൈലി തന്നെയാണ് പിന്തുടരുന്നത്. ആടുകളെയൊക്കെ മേയിച്ചും അവരുടെ ഒരു തനതായിട്ടുള്ളൊരു പണ്ടത്തെ ഒരു ശൈലി ഉണ്ടല്ലോ, അത് തന്നെയാണ് അവർ ഫോളോ ചെയ്യുന്നത്. അവർക്കിപ്പോഴും അങ്ങനത്തെ ഒരു ജീവിതം തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് പറയുന്നത്. അവർക്ക് എത്ര പണം ഉണ്ടെന്ന് പറഞ്ഞാലും അവരതിൻ്റെ ഒരു പുറമേന്ന് അതൊന്നും കാണിക്കത്തില്ല. കുറേ മുന്തിരിപ്പാടങ്ങളൊക്കെ ഈ ഒരു പ്ലേസിലേക്ക് പോകുന്ന സ്ഥലത്തുണ്ട്. അവിടെ തന്നെ അത് അവർ സെല്ല് ചെയ്യുന്നുമുണ്ട്. അതാണ് എപ്പോഴും ഈ തമിഴ്ക്കാരങ്ങനെയാണ്. എന്തെങ്കിലും അവർ ഏതെങ്കിലും ഒരു ബിസിനസ് ചെയ്യാതിരിക്കത്തില്ല. നേരം രാവിലെ ആയതുകൊണ്ട് തന്നെ കുറച്ച് തിരക്കുണ്ടായിരുന്നു. നമ്മൾ ചെക്ക് പോസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ചെക്കിംഗ് ഉണ്ട്. ചെക്കിംഗ് കഴിഞ്ഞിട്ട് നമ്മളെ കയറ്റി വിടുകയുള്ളൂ. പ്ലാസ്റ്റിക് കവറുകൾ, പ്ലാസ്റ്റിക് ബോട്ടിൽസ്, മദ്യം അങ്ങനെ ഒന്നും നമ്മൾക്ക് കടത്തി വിടത്തില്ല. അതുപോലെ തന്നെ നല്ല ചെക്കിംഗ് ഉണ്ട്. വണ്ടിയിൽ നിന്ന് എല്ലാവരെയും ഇറക്കിയിട്ട് ഫുൾ ചെക്കിംഗ് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മളെ കയറ്റി വിടുകയുള്ളൂ. അപ്പം ഞാനാണ് എന്തായാലും പോയി അവിടെ നമ്മൾ ഫോറസ്റ്റിൽ നമ്മുടെ വണ്ടി നമ്പരും അതുപോലെ എത്ര പേരുണ്ടെന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് കയറി പോകാൻ പറ്റുള്ളൂ. അവിടെ നിന്നൊരു നമ്പർ തരും. ആ നമ്പർ തിരിച്ചു വരുമ്പോൾ നമ്മൾ അതുപോലെ തന്നെ പറയണം. എന്നാൽ മാത്രമേ നമുക്ക് ഇറങ്ങി പോകാനും സാധിക്കത്തുള്ളൂ. അപ്പം നമ്മുടെ ഈ ഒരു കയറ്റമെന്ന് പറയുന്നത് അതിമനോഹരമായിട്ടുള്ളൊരു കയറ്റം തന്നെയാണ്. ആ ഒരു പോകുന്ന വഴി എന്ന് പറയുമ്പം ഒരു നമ്മൾ പോയി എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ അങ്ങനത്തെ ഉള്ള അനുഭവങ്ങൾ നമുക്ക് എത്രത്തോളം സ്വയമേ ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം മുകളിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ താഴെ നിന്നിട്ടുണ്ടായിരുന്ന കാറ്റാടിപ്പാടങ്ങളെല്ലാം നമുക്ക് മണ്ടയിൽ നിന്ന് കാണാൻ പറ്റിയത്. അവിടുത്തെ ഒരു പ്രകൃതി രമണീയമായിട്ടുള്ളൊരു കാഴ്ചകൾ തന്നെയാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത്. കണ്ടോ എത്ര ഭംഗിയായിട്ടാണ് ഇവിടുത്തെ ഒരു മരങ്ങളുടെയൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. അത് അത്രയും ഒരു ഉയരത്തിൽ പോകത്തില്ല. കാരണം ഇപ്പോൾ ഇടുക്കി, ഇപ്പോൾ എൻ്റെ സ്വന്തം സ്ഥലത്താണെങ്കിലും ഞങ്ങൾ മലയിലാണ് ഇരിക്കുന്നതെങ്കിലും ഒത്തിരി പൊങ്ങിയൊക്കെയാണ് മരങ്ങളൊക്കെ നിൽക്കുന്നത്. പക്ഷേ ഇവിടെ അത്രയും മരങ്ങളോ കാര്യങ്ങളോ ഒന്നും പൊക്കമില്ല. എല്ലാം പൊക്കം കുറവാണ്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഇതാണ്ട് നല്ല ഒരു കാഴ്ച കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ ക്ഷേത്രത്തിലെ ഉത്സവമാണ്. ഉത്സവത്തോടനുബന്ധിച്ചിട്ട് അവിടെ നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ ദൈവം കയറുക എന്നൊക്കെ നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്. തമിഴ്ക്കാരുടെ ഒരു ആചാരം തന്നെയാണ് ഈ ഒരു ദൈവം കയറുന്നത്. അതൊക്കെ ഒരു പ്രത്യേക ഫീലിങ്സ് തന്നെയാണ്. നമുക്കത് കണ്ടു നിൽക്കാം. താല്പര്യമില്ലാത്തവർക്ക് അതൊക്കെ കാണാതെ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇതാണ് ആ ഒരു ദൈവം എന്ന് പറയുന്നത്, ആൾ ദൈവം എന്ന് പറയുന്നത്. ഓക്കെ. അതിനുശേഷം ഞങ്ങൾ തൊട്ടടുത്തുള്ള ഒരു ഡാമിലേക്കാണ് വിട്ടിട്ടുണ്ടായിരുന്നത്. നമ്മൾ കയറി പോകുമ്പോൾ തന്നെ ഹൈവേസ് ഡാം എന്ന് പറഞ്ഞത് കാണും. ഞങ്ങൾ ചെന്നപ്പോൾ വെള്ളമൊന്നും ഇല്ലായിരുന്നു. പിന്നെ അതിന് ശേഷം ഞങ്ങൾ നിർത്തിയാണ് പോയിട്ടുണ്ടായിരുന്നത് വണ്ടിയൊക്കെ.
അപ്പോൾ ഇവിടെ നമുക്ക് ഒരു വളവിൽ വണ്ടി നിർത്തി അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിനുശേഷം വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ നോക്കിയപ്പം ഈ തേയില നുള്ളുന്ന ഒരു ആൾക്കാരെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവർ വീഡിയോസൊന്നും എടുക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത്. ഓക്കെ, നമ്മളത് എടുക്കുന്നില്ല. കാരണം നമ്മുടെ നാട്ടിലില്ലാത്ത സാധനങ്ങളൊന്നും അല്ല ഈ ഒരു തേയില എന്ന് പറയുന്നത്. അവിടുത്തെ ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു കാഴ്ച കണ്ടപ്പം നമ്മൾ അവിടെ കുറച്ച് ചാടിത്തുള്ളിയൊക്കെ പോകുന്ന കണ്ടപ്പോൾ ഒരു ചേട്ടന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ തേയിലയുടെ തൊട്ടടുത്ത്, അതായത് നമ്മൾ റോട്ടിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ നേരത്ത് പുള്ളിക്കാരൻ വന്നിട്ട് പറയുക, അങ്ങോട്ട് കയറാൻ പാടില്ല, ഇങ്ങോട്ട് കയറാൻ പാടില്ല. ഞാൻ പറഞ്ഞു ഈ ഒരു ലേക്ക് കണ്ടിട്ടാണ് സത്യം പറഞ്ഞാൽ ഞങ്ങളവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞു ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നില്ല, ചേട്ടന് ചെക്ക് ചെയ്യാമെന്നാണല്ലോ. ഈ ആൾക്കാരൊക്കെ ഇതിൻ്റെ അകത്ത് നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഈ പുള്ളി പറയുന്നത് നമ്മൾ അതിൻ്റെ അകത്ത് കയറി അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ എന്തായാലും അത് മൈൻഡ് ചെയ്യാൻ പോയില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നത് ഈ ഒരു പാലം വഴി വേണം നമ്മൾ ഈ ഒരു ഗ്രാമമൊക്കെ കടന്നിട്ട് വേണം മേഘമലയ്ക്ക് പോകാൻ വേണ്ടി. അപ്പോൾ ഇത് ഏതോ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ കൂടി തന്നെയാണ്. ഏതോ ഒരു സിനിമ ഷൂട്ട് ചെയ്ത ഒരു പ്ലേസാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് എത്തുന്ന ഒരു വെണ്ണിയാർ എന്ന് പറയുന്നൊരു സ്ഥലത്തേക്കാണ്. വെണ്ണിയാർ കഴിഞ്ഞിട്ട് വേണം നമുക്ക് മേഘമല എത്താൻ വേണ്ടി. ഞങ്ങൾ ഏറ്റവും അവസാനം മേഘമലയ്ക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാറ് പാർക്കിംഗ് ചെയ്യാവുന്നതാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഒരു ഗ്രാമക്കാഴ്ചകൾ എന്ന് പറയുമ്പോൾ തന്നെ ഒരു അതീവ സുന്ദരമായിട്ടുള്ളൊരു ഗ്രാമക്കാഴ്ചകൾ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ സൺഡേ ആയതുകൊണ്ട് തന്നെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ വന്നു കഴിഞ്ഞാൽ നേരത്തെ തന്നെ ഇറങ്ങി പോകാമെന്നാണ്. കാരണം വന്യമൃഗങ്ങളുടെയൊക്കെ ഒരുപാട് ശല്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലം തന്നെയാണ്. നിങ്ങൾ നേരത്തെ വരിക, നേരത്തെ ഇറങ്ങി പോവുക, രാത്രി പരമാവധി സഞ്ചരിക്കാതിരിക്കുക. അതിന് കർശന നടപടികളുണ്ട് എന്നാണ് എൻ്റെ ഒരു നിഗമനം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കടകളോ കാര്യങ്ങളോ അത്രയൊന്നുമില്ല. അവിടെ ആകെ ഒരു പെട്ടിക്കട ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങളൊരു മാഗിയും അതുപോലെ തന്നെ ഞങ്ങളൊരു ഓംലേറ്റും പറഞ്ഞ് അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. മാഗി തീരെ വെന്തിട്ടുണ്ടായിരുന്നില്ല. ചേട്ടൻ ധൃതി പിടിച്ചുണ്ടാക്കി തന്നാണ്, അതുകൊണ്ട് വെന്തൊന്നുമില്ല. എന്നാലും ആൾമാർ കഴിച്ചു, എന്നിട്ട് സൂപ്പറാന്ന് പറയുന്നതാണ്. പിന്നെ അവിടെ ഒരു ഐസ്ക്രീം കച്ചവടക്കാരനെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ചേട്ടൻ്റെ അടുത്ത് നിന്ന് ഞങ്ങൾ 2 ഐസ്ക്രീം മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രതീക്ഷയാണെങ്കിൽ കടല മേടിച്ചു, അവൾക്ക് അതാ മതിയെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ഞങ്ങൾ ഈ ഐസ്ക്രീം തിന്ന് നോക്കി. പക്ഷേ ഒരു കാശിന് ഐസ്ക്രീം ഒന്നും കൊള്ളത്തില്ല. നമ്മുടെ ഇവിടുത്തെ ഐസ്ക്രീം പോലല്ല. എനിക്ക് തോന്നി ഈ തമിഴ്ക്കാർ കുറച്ച് വ്യത്യസ്തപരമായിട്ടാണല്ലോ അവരുടെ ഫുഡും ഒക്കെ എന്ന് പറയുന്നത്. അതുകൊണ്ടായിരിക്കണം അതിനൊരു വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ താഴെ വണ്ടി ഇട്ടിട്ട് ഇതുപോലെ കുറച്ച് ദൂരം നടന്ന് മുകളിലേക്ക് കയറണം. ഈ നടന്ന് കയറിപ്പോയി കഴിയുമ്പോൾ അവിടെ എൻട്രി ഫീസ് ഉണ്ട്. ഒരാൾക്ക് 30 രൂപയാണ്. അങ്ങനെ ഞങ്ങൾക്ക് 3 പേർക്കും വന്നിട്ടുണ്ടായിരുന്നത് 90 രൂപയാണ്. അതെടുക്കാൻ നേരത്ത്, ആ വീഡിയോ എടുക്കാൻ നേരത്ത് അവർ വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് വിലക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിത് നടന്ന് ചെല്ലുന്നത് ഏറ്റവും പാരഡൈസിലാണ്, സ്വർഗ്ഗ തുല്യമായിട്ടുള്ള ആ ഒരു സ്ഥലത്തേക്കാണ്. അത് സുഖമായിട്ടുള്ളൊരു സുന്ദരമായിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ്. ഇവിടെ കുറേ പേര് ഇരിപ്പുണ്ടായിരുന്നു. മറ്റേ സൺറൈസൊക്കെ കാണാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സൂര്യനോ അങ്ങനെ ചൂടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞങ്ങളത് ആ മലയിലേക്കാണ് പോകാനിരിക്കുന്നത്. ഇനി അവിടെ നമുക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞാൽ. എന്നാലും ഞങ്ങൾ അങ്ങോട്ട് മണ്ടയിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് താഴത്തേക്കാട്ടിലും നല്ല സൂപ്പറായിട്ടുള്ളൊരു പ്ലേസ് തന്നെയാണ് മണ്ടയിലെന്ന് ഞങ്ങൾ അറിഞ്ഞത്. പിന്നെ അവിടെ കുറേ കാറ്റൊക്കെ കൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കിടന്നും ഇരുന്നൊക്കെ ആസ്വദിച്ചു. നമുക്ക് അവിടെയായിട്ട് തന്നെ ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ അങ്ങനെ അധികം ആർക്കും അറിയത്തില്ല അവിടെ ഒരു ക്ഷേത്രം ഉള്ളത്. അവിടെ നമുക്ക് ദേവിയാണ് ഒരു പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു വിഗ്രഹമെന്ന് പറയുന്നത്. അവിടെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് പുലി വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ താഴേക്ക് ഓടിച്ചു വിട്ടു. അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ കോടയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കണം കോടയൊക്കെ ഇറങ്ങി ആൾക്കാരെ കാണാൻ പറ്റില്ല എന്നുള്ള ഒരു രീതി ആയിരിക്കണം അവർ ഇറക്കി വിടുമായിരുന്നു. പിന്നെ എന്തായാലും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമ്മുടെ ഏതാണ്ട് മേഘമലയിൽ നിന്ന് താഴേക്ക് വരുന്ന റൂട്ടിലൊരു ആദ്യത്തെ ഒരു ഹോട്ടലുണ്ട്. അപ്പോൾ ആ ഒരു ഹോട്ടലിൽ ഞങ്ങൾ എന്തായാലും കയറി. നല്ല വിശന്നിട്ടുണ്ടായിരുന്നു. ഫുഡുണ്ടോ എന്ന് ചോദിച്ചു. ഫുഡുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ കയറി. അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഫുഡ് കിട്ടണമെങ്കിൽ. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഒരു പപ്പടമൊക്കെ മേടിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. പപ്പടമൊക്കെ എന്തായാലും നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. കാരണം വിശന്നിരുന്നുകൊണ്ട് എന്താണെങ്കിലും ഇവിടെ പോകും എന്നുള്ള രീതിക്കാണ് നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഫുഡ് വന്നു. നമുക്ക് ചോറും അതുപോലെ സാമ്പാറും കൂട്ടുകറികളും അച്ചാറും പപ്പടവും അങ്ങനെ അടിപൊളി സദ്യ. കാരണം വിശന്നിരുന്നുകൊണ്ട് ആ ഫുഡിനൊക്കെ പ്രത്യേക രുചി തോന്നി. കാരണം ഇപ്പോഴും പറയുമ്പോൾ എൻ്റെ വായിക്കൂടെ വെള്ളം വരുന്നു. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡ് തന്നെയായിരുന്നു. എനിക്ക് ഇച്ചിരി കഴിച്ചപ്പോൾ തന്നെ മതിയായി. അവൾമാർ കാണാൻ നന്നായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നു. അവിടുത്തെ രസമൊക്കെ അടിപൊളിയാന്ന് പറഞ്ഞിട്ട്
2 തവണയൊക്കെ മേടിച്ച് കഴിച്ച് അടിച്ച് പൊളിച്ച്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടെ ടോയ്ലറ്റ് എന്ന് പറയുന്ന സൗകര്യമേ ഇല്ല. നിങ്ങൾക്ക് ഇപ്പോൾ പീരിയഡ്സ് ആയിട്ടുള്ള സ്ത്രീകൾ, പെൺകുട്ടികൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കരുതിക്കൊണ്ട് മാത്രം പോവുക. കാരണം ടോയ്ലറ്റ് ഇല്ല. അതുപോലെ തന്നെ ഞങ്ങൾ ഒരു വീട്ടിൽ ചോദിച്ചിട്ട് മാത്രമാണ് ആ ചേച്ചി ഒരു പാവമായതുകൊണ്ട് ഞങ്ങളെ കയറ്റി. അങ്ങനെയാണ് ഞങ്ങൾ ടോയ്ലറ്റിൽ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ടോയ്ലറ്റ് ഇല്ല എന്നുള്ളത് വലിയൊരു സത്യാവസ്ഥ തന്നെയാണ്. ഇതൊക്കെ നിങ്ങൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ടോയ്ലറ്റ് ഇല്ല, അതുപോലെ ഫുഡ് കരുതുക. അതുപോലെ തന്നെ എന്താ നമ്മൾ മദ്യം കൊണ്ടുപോകരുത്. വെള്ളമൊക്കെ നിങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ നോർമൽ ബോട്ടിൽ തന്നെ കൊണ്ടുപോകുക, പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ടുപോകാതെ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ കമ്പത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. കമ്പത്ത് നമ്മുടെ മുന്തിരിപ്പാടത്ത് നിർത്തി അവിടെ നിന്ന് കരിക്കും, അതുപോലെ തന്നെ നമ്മുടെ നിലക്കടല, പച്ച നിലക്കടലയും മേടിച്ചു. അതും കുറച്ചുകൊണ്ടിരുന്നു. നമ്മൾ അവിടെ നിന്ന് തന്നെ 60 രൂപയ്ക്കൊക്കെ മുന്തിരിങ്ങ കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്ന് മുന്തിരിങ്ങ മേടിക്കാതെ കനകം നേരെ അപ്പുറത്ത് പോയി 50 രൂപയ്ക്ക് മുന്തിരിങ്ങ മേടിച്ച് 3 പെട്ടി. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മേഘമലയ്ക്ക് പോകുന്നവർ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് ഏറ്റവും കൂടുതൽ നല്ല കാര്യമായിരിക്കും. പിന്നെ ഞങ്ങൾ അവിടെ നേരെ തിരിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ കുമളിക്ക് വരുന്ന സ്ഥലത്ത് കമ്പത്ത് തന്നെ ഈരാറ്റുപേട്ടക്കാരൻ്റെ കട എന്ന് പറഞ്ഞൊരു കടയുണ്ട്. അവിടെയാണ് ഇനി നിർത്തേണ്ട ഒരു പ്ലേസ് എന്ന് പറഞ്ഞാൽ. ഇതിൽ നമുക്ക് കണ്ണെടുക്കാനേ തോന്നത്തില്ല. കാരണം ഈ അടുക്കി വെച്ചിരിക്കുന്ന മൊത്തം സെല്ല് ചെയ്യുന്നതാണ്. നമുക്കത് എടുക്കാനേ തോന്നത്തില്ല. നമുക്ക് കഴിക്കാനുള്ളത് ഇത് ഇപ്പുറത്ത് ഈ കുപ്പികളിൽ ഇട്ടിരിക്കുന്ന സാധനങ്ങളാണ്. ഞങ്ങൾ അവിടെ നിന്ന് മാങ്ങയും മേടിച്ചു, അതുപോലെ തന്നെ വാഴപ്പിണ്ടിയും മേടിച്ചിട്ടുണ്ട്. മാങ്ങ സൂപ്പറായിരുന്നു. പിന്നെ പ്രതീക്ഷ അവിടെ നിന്നൊരു ചെമ്മീൻ്റെ ഒരു മീൻപൊടി മേടിച്ചിട്ടുണ്ടായിരുന്നു, അതും നല്ലതായിരുന്നു. പിന്നെ വാഴപ്പിണ്ടി അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല, ഒട്ടും കൊള്ളത്തില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ വാഴപ്പിണ്ടി വാഴയിൽ നിന്ന് നേരിട്ട് നമുക്ക് വാഴപ്പിണ്ടി എടുത്ത് തന്നാൽ എങ്ങനെ ഇരിക്കും അതുപോലെ തന്നെ. കാരണം ഉപ്പും പിടിച്ചിട്ടില്ല, മുളകും പിടിച്ചിട്ടില്ല, ഒരു എരിവും പുളിയും ഇല്ലാത്തൊരു സാധനമായിരുന്നു. അവരുടെ എക്സ്പ്രഷൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. പിന്നെ ഞങ്ങൾ എന്തായാലും ഒരു 2 മാങ്ങയൊക്കെ മേടിച്ച് തിന്ന് അവിടെ കുറച്ച് നേരം നിന്ന് റിലാക്സ്ഡ് ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണേ. ബൈ ബൈ.